അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് അതിനെ വിളിക്കുക. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് പീസസ്. അതായത് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയും 7.5 ശനിയും തന്നെയാണ്. 2.5 വർഷക്കാലത്തോളം ശനി മാറുന്ന കാലം വരേക്കും അത് നിലനിൽക്കും. എന്നാൽ ഇവരുടെ ലഗ്നപതിയായിട്ടുള്ള വ്യാഴം ഉച്ചത്തിൽ കർക്കിടകത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാത്തിലും ഒരു ഈ പറയുന്ന ദുരിതങ്ങളുണ്ടെങ്കിൽ പോലും, ശനിയുടേതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഒരു അഭിവൃദ്ധി അവർക്ക് ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാധീനം അവർക്ക് ഉള്ള കാലമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ 7-8 തീയതികളിലൊക്കെ കുറച്ചൊരു സ്ട്രെസ്സും ഒക്കെ അവർക്ക് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 11-ാം തീയതിക്ക് ശേഷം അതിൽ നിന്നൊക്കെ ഒരു വിമോചനം അഥവാ ഇതിനൊക്കെ ഒരു പരിഹാരം, ഒരു റിലീഫ് ഉണ്ടാകാൻ, അതായത് ചില ആശയക്കുഴപ്പങ്ങളോടുകൂടിയ ജോലി ചെയ്യേണ്ടി വരും, അഥവാ ജോലി ചെയ്യുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അംഗീകാരമില്ലായ്മ വരികയും ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ 11-ാം തീയതിക്ക് ശേഷം അതിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടാവുകയും അത് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ കോൺഫിഡൻസ് ലെവലും, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്കുള്ള അതിൽ തനിക്കുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ആഴ്ചാവസാനത്തോടു കൂടി അതൊക്കെ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. കുടുംബ ജീവിതത്തിലും സന്തോഷം തന്നെയാണ്. മറ്റ് ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരാനില്ല. മാനസിക പ്രശ്നങ്ങളുടേതായിട്ടുള്ള ചില വിഷയങ്ങൾ, അതായത് ഒരു മെൻ്റൽ ഇംബാലൻസും ഒക്കെ ഒരു പക്ഷേ അഥവാ ഉള്ളവർക്കത് കുറച്ചൊന്ന് കൂടാവുന്നതാണ്. അത് വേണ്ടത്ര സംയമനം ചെയ്യുക. അത് അങ്ങനെ സംയമനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് മൂലം ചില രോഗങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശനി ഗ്രഹത്തിന് മറ്റേ ഹോമാദികൾ ചെയ്യുക, ദാനം ചെയ്യുക, അതിന് പറഞ്ഞതായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് ഉത്തമനായിട്ടുള്ള സാധകന് ദാനം ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ശാസ്താക്ഷേത്രത്തിൽ അവ സമർപ്പിക്കുക. ശാസ്താക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. അതുപോലെ നിത്യേന ധ്യാനം നടത്തുക. ഇത് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. ഇതൊക്കെയും ഈ പറയുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. നമസ്കാരം.